സംപ്രേഷണത്തിലൊക്കെ. അതുപോലെ തന്നെയാണ് കക്കാട് പുഴയുടെ കാര്യം. പലരും പ്രകൃതി സ്നേഹികൾ, പരിസ്ഥിതി സ്നേഹികൾ ഒക്കെ നമ്മുടെ മുന്നിൽ വെച്ച ഒരു കാര്യമാണ് അതിനെന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അവിടെ ഞാൻ പലതവണ പോയിട്ടുണ്ട്. കാർഷിക പാരിസ്ഥിതിക മേഖലയിൽ വർഷങ്ങളായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. 150ഓളം വിവിധ ഇനം അപൂർവ ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ആ പ്രദേശം. അപ്പം അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യം നമ്മുടെ മനസ്സിനകത്തുണ്ട്. അതിന് ഒരു ഡിസൈൻ അതുൾപ്പെടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് സാധാരണഗതിയിലുള്ള ഒരു ഡിസൈൻ അല്ല, മറിച്ച് സംസ്ഥാനത്ത് ടൂറിസം മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള എംപാനൽ ചെയ്യപ്പെട്ട അർബൻ ഡിസൈനിങ്ങിൽ എക്സ്പേർട്ടായിട്ടുള്ള ആർക്കിടെക്റ്റുമാരുടെ ഒരു കൂട്ടായ്മക്കകത്ത് അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവർ മത്സരാടിസ്ഥാനത്തിൽ ഒരു ഡിസൈൻ തയ്യാറാക്കിയാൽ അതിൽ നിന്നും എക്സ്പേർട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഡിസൈൻ തിരഞ്ഞെടുത്ത് അത് ആവശ്യമായ ഫണ്ടിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ സമീപിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ നേടിയെടുത്ത് അത് നടപ്പാക്കണം എന്നതാണ് ആഗ്രഹിക്കുന്നത്. പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി കോർപ്പറേഷൻ്റെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിൽ ടൈഡ് ഫണ്ട് 1 കോടി രൂപയോളം മാറ്റിവെച്ചിട്ടുണ്ട്. അതുപയോഗിച്ചുള്ള പ്രവൃത്തി ഈ മാർച്ച് 31 മുമ്പായി ചെറിയ തോതിൽ സിൽട്ട് റിമൂവൽ ഉൾപ്പെടെയുള്ളവ നടത്തണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അതിന് നല്ല ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനം. അതുപോലെ തന്നെയാണ് പ്രധാനമായും കണ്ണൂർ നഗരത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് സുരക്ഷിതത്വവും അതുപോലെ തന്നെ കൃത്യമായ നിരീക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും എത്രയും പെട്ടെന്ന് ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ നിലവിലുണ്ട്. അത് മാത്രമല്ല, നിലവിൽ അത് ഉള്ളതിൻ്റെ ഒരു കൺട്രോൾ റൂം പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അത് കൂടാതെ നമുക്ക് കോർപ്പറേഷന് കൂടി, കാരണം നമ്മളത് എത്രമാത്രം ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കോർപ്പറേഷന് അറിവില്ല. അപ്പോൾ കോർപ്പറേഷനകത്ത് കൂടി ഒരു കൺട്രോൾ റൂം തയ്യാറാക്കിക്കൊണ്ട് അതിലും ഞങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകും എന്നതാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിനകത്ത് നല്ല ആശയങ്ങൾ തന്നെയുണ്ട്. ഈ സ്റ്റേഡിയം കോർണറിൽ 124 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്കൽ പാർക്കിംഗ് മൾട്ടി ലെവൽ അതിൻ്റെ തറക്കല്ലിടൽ പ്രവൃത്തി നടത്തിയതാണ്. നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. സമീപ ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കാനും ടെക്നിക്കൽ ചില പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ പോലും സമീപ ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കാനും 6 മാസത്തിനുള്ളിൽ ആ പ്രവൃത്തി പൂർത്തീകരിച്ച് ഇവിടെ മാത്രമല്ല സ്റ്റേറ്റ് ബാങ്കിന് മുമ്പിൽ 31 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെക്കാനിക്കൽ പാർക്കിംഗ്, ഈ 2 പെട്ടെന്ന്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു ചെറിയ ചർച്ചയുടെ ഭാഗമായി നഗരത്തിനകത്ത് കിട്ടാവുന്ന അവൈലബിൾ ആവുന്ന സ്വകാര്യ സ്ഥലങ്ങൾ, ഉപയോഗിക്കാതെ കിടക്കുന്ന സ്വകാര്യ സ്ഥലങ്ങളെ ആ സ്ഥലങ്ങളിൽ ആ സ്വകാര്യ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവിടെ പാർക്കിങ്ങിന് വേണ്ടി സ്വകാര്യ പേ ആൻഡ് പാർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചുരുങ്ങിയതൊരു നമുക്കൊരു 6 മാസത്തിനുള്ളിൽ ഒരു 6 സ്ഥലങ്ങൾ, ഒരു 10 സ്ഥലങ്ങൾ നമ്മൾ എയിം ചെയ്യുന്നത്, ഒരു 6 സ്ഥലങ്ങളെങ്കിലും എത്രയും പെട്ടെന്ന് അതിൻ്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അവിടെ പേ ആൻഡ് പാർക്ക് കുറച്ചാൾക്ക് ഒരുപക്ഷെ അതിനൊക്കെ ജോലി ലഭിക്കും. അതുപോലെ തന്നെ അങ്ങനെ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അലക്ഷ്യമായി റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ കഴിയും. അതുവഴി ഗതാഗതം സുഗമമാക്കാൻ കഴിയും എന്നതാണ് ഒരു പരിധിയോളം ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സ്വകാര്യ ഇടങ്ങൾ ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പാർക്കിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഞങ്ങളുടെ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖല ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് കൂട്ടായ ആലോചനയും ചർച്ചയും ഉണ്ടാകും. ഒരുപാട് നമ്മളിപ്പോൾ പഴയ മുനിസിപ്പൽ പ്രദേശത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രോ ബാഗൊക്കെ വിതരണം ചെയ്തുകൊണ്ടാണ് നടപ്പാക്കിയത്. ഇപ്പം ഞാൻ ഇപ്പോഴും ചാല ഡിവിഷനിലെ കൗൺസിലറാണ്. ആ അത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രിയ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നല്ല വിശാലമായ കൃഷിയിടങ്ങളുണ്ട് ഉപയോഗിക്കാതെ കിടക്കുന്നത്. അവയൊക്കെ തന്നെ ഒരു കാർഷിക കൂട്ടായ്മകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ വലിയ സംഭാവനകൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം നമ്മൾ കൊറോണ കാലഘട്ടത്തിൽ അതിൻ്റെ കോവിഡുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗണൊക്കെ വന്നപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് ഗ്രൂപ്പുകൾ നല്ല ഉദ്ദേശത്തോടു കൂടി രൂപം കൊണ്ടിട്ടുണ്ട്. അതിനെ ഒക്കെ സഹകരിപ്പിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നത് സംബന്ധിച്ച് ഗൗരവത്തിൽ തന്നെ കൗൺസിൽ യോഗവും അതുപോലെ തന്നെ കൗൺസിലർമാരുടെ യോഗമൊക്കെ ഇവിടെ ചേർത്ത് ചർച്ച ചെയ്യും. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ
ആ 5 വർഷക്കാലം നഷ്ടപ്പെടാനിടയായതിൻ്റെ സാഹചര്യം എന്താണ് എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയില്ല എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ ഭരണ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമില്ല, മറിച്ച് 55 കൗൺസിലർമാർ ഉൾപ്പെടുന്ന ഒരു ടീമായി കോർപ്പറേഷൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ 55 പേരുടെ ഒരു ടീം രൂപപ്പെട്ടു എന്ന ബോധ്യം വരുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ ജില്ലക്കകത്തെ വികസന പ്രേമികളായ ആളുകൾ, അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, മാധ്യമ പ്രവർത്തകർ, അതുപോലെ തന്നെ മറ്റു ഓരോ മേഖലയിലുള്ള ആളുകൾ, അവർക്കൊക്കെ തന്നെ അവരുടെ മേഖലയിലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന വിശ്വാസമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദ അന്തരീക്ഷം, അത് ഞങ്ങളും ഭരണാധികാരികളും ജനങ്ങളുമായിട്ട് മാത്രമല്ല, കോർപ്പറേഷനിലെ ജീവനക്കാരുമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം. അപ്പോൾ ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് കോർപ്പറേഷനകത്തും ഉൾപ്പെടെ ഉണ്ടാക്കുന്ന കാര്യമുണ്ടാകും. അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരണസമിതി എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നടപ്പാക്കേണ്ടത് ഒരു കാര്യം ഓരോ വർഷവും ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളാണ്. ആ പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാനും സമയബന്ധിതമായി അത് നടപ്പാക്കി ഫണ്ടുകൾ ലാപ്സാവാതിരിക്കാനുമുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. അങ്ങനെ പദ്ധതികൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യത്തിലും അഴിമതി പോലുള്ള ഒന്നും വെച്ച് പൊറുപ്പിക്കാത്ത സമീപനം, അഴിമതിക്ക് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കാത്ത സമീപനം കൃത്യമായി സുതാര്യമായി തന്നെ ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ ഈ സമയത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ കണ്ണൂർ നഗരത്തിൻ്റെ സമഗ്രമായ വികസനമാണ്. അതിലുപരിയായി നാളുകളിൽ മാറി വരുമ്പോൾ അന്ന് വരുന്ന ആളുകൾക്കും തുടരാൻ പര്യാപ്തമാകുന്ന വിധത്തിലുള്ള പുതിയ പദ്ധതികളുടെ രൂപകൽപ്പനയും അതിൻ്റെ ആരംഭം കുറിക്കലുമൊക്കെയാണ്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിപൂർണമായ സഹകരണം, അതിലുപരിയായി ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ഉണ്ടാകണം എന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? അങ്ങനെയല്ല ഞാൻ അത് വിശദീകരിക്കാം ഒരു അവസരമായതുകൊണ്ട്. 2.5 വർഷം മുമ്പ് എൻ്റെ ഒരു ആഗ്രഹം, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ആഗ്രഹമാണ് ഹിമാലയത്തിലും അതുപോലെ തന്നെയുള്ള ഋഷികേശ്, ഹരിദ്വാർ ഈ മേഖലകളൊക്കെ ഒന്ന് പോകണമെന്നുള്ളത്. അത് കൈലാസ യാത്രയും. അപ്പോൾ അത് കണ്ണൂരിൽ സ്ഥിരമായി പോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്, എല്ലാ വർഷവും പോകുന്ന. നമുക്കെല്ലാം അറിയാം, ചിത്രം നമ്പൂതിരിപ്പാടൊക്കെ 102 വയസ്സിലും അവിടെ പോകുക എന്ന് പറഞ്ഞ് വലിയ കാര്യം. ഹൈമവത ഭൂവിൽ എന്ന് പറഞ്ഞ MV വീരേന്ദ്രകുമാറിൻ്റെ പുസ്തകമൊക്കെ അറിയാം. അപ്പോൾ അതൊരു വലിയ സായുജ്യമാണ്. അപ്പോൾ അതിന് എൻ്റെ അടുത്ത സഹപ്രവർത്തകർ, സുഹൃത്ത് കൊയിലി ആശുപത്രിയിലെ ഡോക്ടർ ഭരതരാജും അതുപോലെ തന്നെ അതൊരു ഗ്രൂപ്പാണ് പോകുന്നത്. അത് പാക്കേജ് ടൂറാണ്. ഞാൻ അതിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ BJP ജില്ലാ പ്രസിഡന്റ് അങ്ങനെ ഒരു അയിത്തം കൽപ്പിക്കേണ്ട വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ടും സംസ്ഥാന ഭാരവാഹിയായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നത്, അന്നത്തെ സുഹൃത്തുക്കളിൽ ചിലരായിട്ടുണ്ടായിരുന്ന അന്നത്തെ SFIയുടെ ജില്ലാ സെക്രട്ടറി മധുസൂദനനും പഴയ SFI ജില്ലാ പ്രസിഡന്റായിരുന്ന കൊല്ലപ്പെട്ടു പോയ സുധീഷും ഒക്കെയാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം ഞാൻ രാഷ്ട്രീയത്തിൽ ദുഷ്ടലാക്ക് കാണുന്ന ആളുകൾ പല കാര്യങ്ങളും ചെയ്തേക്കാം. അതൊന്നും നമ്മുടെ പ്രവർത്തനത്തിനിടയിൽ ഒരു തടസ്സങ്ങളില്ല. എൻ്റെ മുമ്പിൽ രാഷ്ട്രീയം ഉണ്ട്. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ്. അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ് നമ്മൾ ആലോചിച്ച് ചർച്ച ചെയ്തിട്ടാണ് കോർപ്പറേഷനിലെ ഭരണരംഗത്ത് പ്രകടന പത്രികയായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതിനകത്തുള്ള കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കുക എന്ന് പറയുന്ന കാര്യത്തിനാണ് ഞാനിപ്പം പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റ് വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഞാൻ ഇടപെടുന്നില്ല. കഴിഞ്ഞ 40 വർഷത്തോളമായി ഞാൻ പൊതുരംഗത്ത് സജീവമായിട്ടുണ്ട്. അതിൽ ഒരു ദിവസം 88-ലാണ് ഞാൻ KSU ജില്ലാ പ്രസിഡന്റായിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത്. ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 32 വർഷമായി മാധ്യമങ്ങളുമായി നേരിട്ട് ഞാൻ ബന്ധപ്പെടുന്നുണ്ട്. എൻ്റെ രാഷ്ട്രീയവും എൻ്റെ പ്രവർത്തന ശൈലിയും എൻ്റെ ഇടപെടലും ഒക്കെ തന്നെ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഒരു വ്യക്തിയോട്, ഞാൻ കോൺഗ്രസിനകത്ത് തന്നെ ചില ഇഷ്യൂസൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്.
ഞാനൊരു കക്ഷി പിടിക്കാറില്ല. ഞാൻ ഇന്ന് വരെ ഒരു വ്യക്തികൾക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. ഒരു വിവാദത്തിലും ഞാൻ ഇടപെടാറില്ല. അതേ രൂപത്തിലുള്ള ശൈലി, ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുക എന്ന ശൈലി, ആ ശൈലിയുമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് എൻ്റെ മുമ്പിലുള്ളത്. ഇപ്പോൾ പറഞ്ഞതിലൊന്നും എൻ്റെ മനസ്സ് അങ്ങോട്ട് പോകില്ല, എൻ്റെ ചെവിയോ ഒന്നും അതിന് ഞാൻ ഇടം കൊടുക്കില്ല. പാർട്ടി നേതൃത്വം 2.5 വർഷം വേണ്ട, നാളെ മാറണമെന്ന് പറഞ്ഞാൽ പാർട്ടി നേതൃത്വം എന്ത് പറഞ്ഞാലും അതനുസരിക്കുന്ന ഒരു ഉത്തരവാദിത്തമുള്ള പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് എന്താണ് മുന്നണി പറയുന്നത്, എന്താണ് പാർട്ടി പറയുന്നത്, അത് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. പാർട്ടി പറയുന്ന, പാർട്ടി തയ്യാറാക്കി തന്ന പ്രകടന പത്രികയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തന്നത്. അത് പ്രാവർത്തികമായി മുന്നോട്ട് പോകും. പാർട്ടി പറഞ്ഞാൽ ആ പാർട്ടി പറയുന്നത് അനുസരിക്കും. ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. അത് നേതൃത്വമാണ് പറയേണ്ടത്. ഇല്ല, ഇത്തരം കാര്യങ്ങളുടെ ചർച്ചയിൽ ഞാൻ ഭാഗവാക്കായിട്ടില്ല. അതും ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. പാർട്ടി നേതൃത്വം, മുന്നണി നേതൃത്വം ചർച്ച നടത്തിയിട്ടുണ്ട്. തീരുമാനം എൻ്റെ അടുത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട ദിവസം പാർട്ടി നേതൃത്വം യോഗം ചേർന്നു, എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ മുന്നണി നേതൃത്വം യോഗം ചേർന്നു. അവിടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ അംഗീകരിച്ചു. ആ നിലയിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു, ഞാൻ ജയിച്ചു. അവിടുന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷമില്ല, ഭരണപക്ഷമേ ഉള്ളൂ. പയ്യാമ്പലത്ത് 1.5 മാസത്തിനുള്ളിൽ മോഡേൺ ക്രിമിറ്റോറിയം പ്രവർത്തനക്ഷമമാക്കും. ധൈര്യത്തിൽ പറയാം. അതിനകത്ത് പിന്നെ വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ കൈവശമുണ്ടായിരുന്ന ഏകദേശം 1 ഏക്കർ താഴെ സ്ഥലം, അത് DTPCക്ക് പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി വിട്ടു നൽകിയതാണ്. അതോടൊപ്പം തന്നെയാണ് അവിടെ ഡിഫൻസിൻ്റെ ലാൻഡൊക്കെ ചേർത്തുകൊണ്ടാണ് ആ പാർക്ക് ഉണ്ടാക്കിയത്. ആ പാർക്ക് നല്ല നിലയിൽ തന്നെ DTPC നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ചില ഇടപെടലുകൾ ഉണ്ടായതും അത് നിർത്തുകയും ചെയ്തത്. മുനിസിപ്പാലിറ്റിയായി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അതിന് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, അതായത് വൈസ് ചെയർമാനായ സമയത്ത് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഇത്തരം സ്ഥലങ്ങളിലുള്ള ഗേറ്റ് കണക്ഷൻ അത് എൻ്റർടൈൻമെൻറ്റ് ടാക്സിൻ്റെ പരിധിയിൽ ഉൾപ്പെടെ വരുന്നതാണ്. മുനിസിപ്പാലിറ്റിക്ക് വീതം കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞത്, അത് DTPC എന്ന് പറയുന്ന സംവിധാനം അതും സർക്കാരിൻ്റെ ഭാഗമാണ്, അത്തരം കാര്യത്തിൽ ഇടപെടേണ്ട എന്നാണ് അന്ന് തീരുമാനമെടുത്തത്. പിന്നീട് കോർപ്പറേഷൻ ഭരണസമിതി വന്നപ്പോൾ ആ സമയത്ത് അന്നത്തെ ആളുകൾ, ഞാൻ അതിനകത്ത് എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ അത്തരം കാര്യങ്ങൾ ഇപ്പം പറയുന്നില്ല, അത് നടന്നു പോകട്ടെ എന്നുള്ളത്. പക്ഷേ ഇടപെടലുണ്ടായി, അത് നിർത്തിയിട്ടപ്പെട്ടു. പക്ഷേ ഇപ്പോഴും DTPC അത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അത്തരം കാര്യത്തിൽ അത് നടത്തിക്കാൻ ആവശ്യമായ നല്ല നിലയിൽ പുനർനിർമ്മിച്ചും അതുപോലെ തന്നെ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും അത് നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ ജില്ലാ കളക്ടറാണ് DTPCയുടെ ചെയർമാൻ. ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ DTPC സെക്രട്ടറിയോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. അത് കൃത്യമായി, കാരണം കളിയിടങ്ങളില്ലാത്ത, പാർക്കിൻ്റെ സൗകര്യങ്ങളില്ലാത്ത പ്രശ്നമുണ്ട്. പിന്നെ കോവിഡ് കാലമായതുകൊണ്ട് അതിലൊക്കെ നിയന്ത്രണമുണ്ട്. ഞങ്ങൾ ഈ രംഗത്തും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. ശ്രീനാരായണ പാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഈ മേഖലയിൽ വലിയ നല്ല സൗകര്യമുള്ള, കുട്ടികൾക്ക് നന്നായി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുള്ള പാർക്കാണ്. ആ പാർക്ക് നമ്മൾ സമീപ ദിവസങ്ങളിൽ തന്നെ കൂടിയാലോചനകളിലൂടെ തുറന്നു കൊടുക്കും. ആ പാർക്ക് കണ്ണൂർ നഗരത്തിന് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദ് പാർക്ക് AKG ആശുപത്രിക്ക് തൊട്ട് മുന്നിലായിട്ടുള്ളത്, അതും മനോഹരമായിട്ടാണ് രൂപകൽപ്പന ചെയ്യുകയും അത് നിർമ്മാണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ 2 പാർക്കും ജനങ്ങൾക്ക് വേണ്ടി അടുത്ത സമീപ ദിവസങ്ങളിൽ തന്നെ തുറന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതങ്ങനെ ഒരു ആശയവിനിമയത്തിനകത്തൊരു വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ജില്ലാ ഭരണകൂടവുമായിട്ടും DTPCയുമായിട്ട് ആലോചിച്ചിട്ടും ജനങ്ങൾക്ക് ആ പാർക്ക് തുറന്നു കൊടുക്കാനും ജനങ്ങൾക്ക് ആ സൗകര്യം ഏർപ്പെടുത്താനും ആവശ്യമായ ക്രമീകരണം എന്താണോ അത് ചെയ്യുക എന്നതാണ് ഞങ്ങൾ കാണുന്നത്. ഈ ടെക്നിക്കലായ ചില വിഷയങ്ങൾ പറഞ്ഞ്
നമുക്ക് ആവശ്യമായ ചില സൗകര്യങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാകാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത് എന്നുള്ള നിലയിലാണ് അതിനെ നമ്മൾ സമീപിക്കുക. അത് DTPCക്ക് കഴിയാത്തൊരു ഘട്ടത്തിലാണ് ഞങ്ങൾ അതിനകത്ത് കയറി ഇടപെടേണ്ടത്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അതിൻ്റെ അതായത് റിനോവേഷന് വേണ്ടിയിട്ട് ഒരു നല്ല തുക DTPC മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സമീപ ദിവസങ്ങളിൽ തന്നെ DTPCയുമായി ബന്ധപ്പെട്ട് അവരത് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും പെട്ടെന്ന് ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക. ജവഹർ സ്റ്റേഡിയം എന്ന് പറയുന്നത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഴയ ആ സമയത്ത് നമ്മൾ ഏറ്റവും നന്ദിയോടെ അനുസ്മരിക്കേണ്ട ഒരു നാമധേയമാണ് ശ്രീ NK കുമാരൻ മാസ്റ്ററുടേത്. 25 വർഷക്കാലത്തോളം കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. കണ്ണൂരിൻ്റെ MLA കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ ജവഹർ സ്റ്റേഡിയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അന്ന് പഴയ പല ആളുകളുടെയും ഫയലുകളിലുണ്ട്. അന്ന് 1 രൂപയുടെ ലോട്ടറി ഉൾപ്പെടെ സ്റ്റേഡിയം നിർമ്മാണത്തിന് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു അംബാസഡർ കാർ 1ാം സമ്മാനമായിട്ട് അതിൻ്റെ ചിലത് അടക്കം വാട്സപ്പിലൊക്കെ പ്രചരിച്ചിരുന്നു. അപ്പം അങ്ങനെ നിർമ്മിച്ച ഒരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയം ഇന്ന് ഏകദേശം 700-ഓളം കോടി രൂപയുടെ ആസ്തിയാണ്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ നേരിട്ട് തന്നെ നടത്തും. ഇടയ്ക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. സർക്കാർ തന്നെ 11 കോടിയോളം രൂപ അതിൻ്റെ റിനോവേഷന് വേണ്ടി അനുവദിച്ചു എന്നുള്ള നിലയിൽ. പക്ഷേ അതുമായി നമ്മൾ സ്പോർട്സ് കൗൺസിലുമായിട്ട് ഉൾപ്പെടെ കിഫ്ബിയാണ് നമ്മളൊരു എഗ്രിമെൻ്റ് വെക്കണം. ആ എഗ്രിമെൻറ്റിനകത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു ഉപാധി ഈ ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സ്പോർട്സ് കൗൺസിലിന് വിട്ടു നൽകണം. അതിനകത്ത് ഒരു ഇവന്റ് കോർപ്പറേഷൻ നടത്തണമെങ്കിൽ 2 ആഴ്ച മുൻകൂട്ടി കോർപ്പറേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കത്ത് കൊടുക്കണം. അവർ അനുവദിച്ചാൽ മാത്രമേ കോർപ്പറേഷന് പോലും അതിനകത്തൊരു പരിപാടി നടത്താൻ പറ്റൂ. അങ്ങനെ ഒരു ഉപാധി അംഗീകരിച്ചുകൊണ്ട് ആ തുക സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കത്ത് കൊടുത്തു. അപ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിൽ നമുക്ക് കിഫ്ബി കോർപ്പറേഷന് 24.56 കോടി രൂപ കെട്ടിടത്തിന് വേണ്ടി നമുക്ക് അനുവദിച്ചു തരുന്നു. കോർപ്പറേഷൻ്റെ കെട്ടിടമാണ്. എന്നാൽ പിന്നെ നാളെ അതിനകത്ത് അവർക്ക് ഏത് സമയത്തും ഏത് റൂമിലും കയറി വരാം എന്നൊക്കെ ഉപാധി വെച്ചാൽ സംഗതി നടക്കും. ജവഹർ സ്റ്റേഡിയം എന്ന് പറയുന്നതിനകത്ത് അതിൻ്റെ റിനോവേഷന് വേണ്ടി തുക അനുവദിച്ചു തരുമ്പോൾ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താൻ, പരിശീലനങ്ങൾ ഉൾപ്പെടെ നടത്താൻ ലഭ്യമാകും എന്ന ഉറപ്പ് മാത്രമാണ് കൊടുക്കേണ്ടത്. ആ ഉറപ്പ് തന്നെയാണ് ഇപ്പോഴും അവിടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പണവും ഈടാക്കാതെ മത്സരത്തിനുൾപ്പെടെ അതുപോലെ തന്നെ പരിശീലനത്തിലുൾപ്പെടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സ്പോർട്സ് കൗൺസിൽ ഉറപ്പുവരുത്തുന്നതിന് പകരം ഇത് പിൻവാതിലൂടെ ഒരു ഇടപെട്ട് അത് സ്പോർട്സ് കൗൺസിലിൻ്റെ ആസ്തിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം അതിനകത്തുണ്ടേ എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ അതിൽ നിന്നും പിന്നോക്കമല്ല, ഞങ്ങൾ അതിനകത്ത് ആ ഉപാധി മാറ്റിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തത്. ആ കത്ത് അതവർക്ക് സ്വീകാര്യമായിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ ബോധ്യം. അതിനെ നിൽക്കുകയാണ്. അങ്ങനെ ഇനി ഏതെങ്കിലും തരത്തിൽ ഫണ്ട് ലഭ്യമാക്കി ആവശ്യമായ രൂപത്തിലുള്ള നവീകരണ പ്രവൃത്തി അതിനകത്ത് നടത്തുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യം കൂടിയാണ്. ഞങ്ങൾക്ക് പണം തന്നിട്ടില്ല. പ്രൊജക്റ്റ് നിലവിലുണ്ടാണെങ്കിൽ ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പുവെക്കണം. കിഫ്ബിയുടെ കാര്യമാണ്. അതിനകത്ത് ഒരു അപ്പലറ്റ് അതോറിറ്റി ഒക്കെ ഉണ്ട്. സ്പോർട്സ് കൗൺസിൽ ആദ്യം വന്നിരിക്കുന്ന കത്തിനകത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ, പ്രസിഡന്റ് അതിൻ്റെ ചെയർമാനായിട്ട് വരും. കോർപ്പറേഷൻ്റെ മേയറും സെക്രട്ടറി അതിനകത്തൊരു മെമ്പർമാരായിട്ട് വരും. അതിലാണ് അപ്പലറ്റ് നമ്മൾ പോകേണ്ടത്. അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇപ്പോഴും മേയറാണെങ്കിൽ, ഷബീർ ടീച്ചർ അതിൻ്റെ ഡെപ്യൂട്ടി മേയറാണെങ്കിൽ, നാളെ ആൾ മാറി വരികയൊക്കെ ചെയ്യും. ആര് വരുമ്പോഴായാലും വായിച്ചു നോക്കുമ്പോൾ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം, കോർപ്പറേഷൻ പോലുള്ളൊരു സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തിൻ്റെ വളരെ പരിമിതമായ രൂപത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി അതിൻ്റെ താഴെ നിൽക്കേണ്ടി വരും. അപ്പം നമുക്ക് ഉണ്ടാക്കി വെച്ച ആസ്തി നഷ്ടപ്പെടുത്തുക എന്ന ശൈലിയിലേക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ശരിയല്ല എന്നുള്ള നിലപാട് ഞങ്ങൾ എടുത്തത്. സ്വാഭാവികമായും നമുക്കത് ഊഹിച്ചുകൂടെ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, 600-ഓളം കോടി രൂപയുടെ ആസ്തിയായി നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ നിയന്ത്രണം ഒരു 11 കോടി രൂപ ചെലവഴിച്ചത് കൊണ്ട് മറ്റൊരു ഏജൻസിക്ക് കൈമാറി കൊടുക്കുന്നത് ഭംഗിയാണോ എന്നത് മാത്രം ആലോചിച്ചാൽ മതി. അത് ഏതായാലും ശരിയല്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പല സ്ഥലത്തും വികസന പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ടൗൺ സ്ക്വയർ ഏകദേശം 4 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് KC വേണുഗോപാൽ ടൂറിസം വകുപ്പ് മന്ത്രിയായപ്പോൾ വലിയ രൂപത്തിലുള്ള നവീകരണ പ്രവൃത്തി അവിടെ നടത്തി. പയ്യന്നൂരിലെ ഗാന്ധി മൈതാനം KC വേണുഗോപാൽ തന്നെ അന്ന് വലിയ നവീകരണ പ്രവർത്തനം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തി. അന്ന് വെച്ചൊരു ഉപാധി അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കൈമാറണം.
ആ സ്ഥലവും സംവിധാനങ്ങളും. ആ കൈമാറിക്കഴിഞ്ഞാൽ അവിടെ അവർ നിർമ്മാണ പ്രവൃത്തി നടത്തും. നിർമ്മാണ പ്രവൃത്തി മുഴുവൻ പൂർത്തീകരിച്ചാൽ തിരിച്ച് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അത് കൈമാറും. അവരത് പരിപാലിച്ചു കൊള്ളണം. അതാണ് ഉപാധി. ആ നിലയിൽ തന്നെ ടൗൺ സ്ക്വയർ ഉൾപ്പെടെ കൊടുത്തിരുന്നു. പയ്യന്നൂരിലെ ഗാന്ധി മൈതാനം പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. അവിടെ അവർ പറഞ്ഞ ഡിസൈൻ പ്രകാരമുള്ള നിർമ്മാണ പ്രവൃത്തി നടത്തി. ആ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം മുനിസിപ്പാലിറ്റിക്ക് തിരികെ കൊടുത്തു. മുനിസിപ്പാലിറ്റി അത് പരിപാലിക്കുന്നു. സ്വാഭാവികമായി ചെയ്തു വരുന്നൊരു കീഴ്വഴക്കം അതാണ്. ആ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി, സ്വതന്ത്രമായ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുക. ആ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തിരികെ അതേ സംവിധാനത്തിന്റെ കീഴിലേക്ക് കൊണ്ടുപോവുക, പരിപാലിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് നമുക്ക് കൈമോശം വരുന്ന രൂപത്തിലേക്കുള്ള ചില കാര്യങ്ങൾ വരുന്നത്. അതിൻ്റെ ഈ ഇൻകം ഷെയറിംഗ് ഉൾപ്പെടെ ആ കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഒരു ഗുണകരമായ കാര്യമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് കോർപ്പറേഷൻ അങ്ങനെ ഒരു പ്രൈവറ്റ് ഏജൻസി അല്ല, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സർക്കാർ ഏജൻസിയാണ് എന്ന ബോധ്യമാണ് സർക്കാരിന് ഈ കാര്യത്തിൽ ആദ്യമായി വരേണ്ടത്. അതെ, പഴയ ബസ് സ്റ്റാൻഡ് എന്നത് പുതിയ ബസ് സ്റ്റാൻഡ്, അതായത് BOT ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന സമയത്ത് BOT ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയ ആ BOT എഗ്രിമെന്റിലെ വ്യവസ്ഥയാണ് അത് പ്രശ്നം. ആ എഗ്രിമെന്റ് പ്രകാരം 27 കൊല്ലവും 3 മാസവും ആ ബിൽഡറുടെ കയ്യിലാണ് ആ ബസ് സ്റ്റാൻഡ്. ആ കാലയളവിൽ മറ്റൊരു ബസ് സ്റ്റാൻഡ് ഓപ്പറേറ്റ് ചെയ്യില്ല എന്ന് ആ BOT എഗ്രിമെന്റിൽ മുനിസിപ്പാലിറ്റി ഒപ്പുവെച്ച എഗ്രിമെന്റിനകത്തുണ്ട്. അപ്പം അത് നിലനിൽക്കുമ്പോൾ അവിടെ ബസ് സ്റ്റാൻഡ് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് പാർക്കിങ്ങിന് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ താൽക്കാലികമായ പരിഹാരങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മുനിസിപ്പാലിറ്റി തന്നെ അതിനകത്തൊരു വിഭാവനം ചെയ്തത് ഏറ്റവും മോഡേൺ ആയ, നല്ല കാലിക പ്രാധാന്യത്തിൽ തന്നെ തോന്നുന്ന വിധത്തിലുള്ള നല്ലൊരു വ്യാപാര സമുച്ചയം അവിടെ നിർമ്മിക്കണം എന്ന ഒരു ആശയം അന്ന് മുതലേ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രാക്ടിക്കലായ വശം ആലോചിക്കും. മുന്നണി നേതൃത്വം ഉൾപ്പെടെ ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒന്ന് കൂടിയാലോചന നടത്തി അവിടെ നല്ല ഒരു ആശയത്തിന് പൂർണ്ണത നൽകുന്ന പ്രവൃത്തി നടത്തണം എന്നതാണ് ആഗ്രഹം. തുടക്കം കുറിക്കുമെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അതല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ ഒരു ബസ് സ്റ്റാൻഡിന് പ്രസക്തി എന്നുള്ളതല്ല, ഒരു BOT ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഒരു പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ. ആ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ കണ്ണൂരിലെ എല്ലാ വാഹനങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള വലിയൊരു ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡ് അങ്ങനെയാണ് നിർമ്മിച്ചത്. ആ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ അന്നത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കിയ എഗ്രിമെന്റ്, കാരണം ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ ഒരു ഏജൻസി വരണമെങ്കിൽ അവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ BOT എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്ന വ്യക്തികളിൽ പലരും 45 വർഷക്കാലത്തെ ഉടമസ്ഥാവകാശം ഉൾപ്പെടെ അതിൻ്റെ റവന്യൂ കളക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. അതിനകത്താണ് ഏറ്റവും കുറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 വർഷത്തെ കൺസ്ട്രക്ഷൻ പീരീഡും 27 വർഷവും 3 മാസവും അതിൻ്റെ BOT എഗ്രിമെന്റ് പീരീഡും വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ എഗ്രിമെന്റിനകത്തുള്ള ഉപാധിയിൽ പറയുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ BOT പീരീഡിനിടയിൽ മറ്റൊരു ബസ് സ്റ്റാൻഡ് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യില്ല എന്നത്. അപ്പോൾ അങ്ങനെ ഒരു 2 ബസ് സ്റ്റാൻഡ് ഒരേ പർപ്പസിന് വേണ്ടി ഉണ്ടാകേണ്ട കാര്യമില്ല. KSRTC ബസ് സ്റ്റാൻഡ് അതുപോലെ നിൽക്കുന്നു, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ബസ് സ്റ്റാൻഡ് നിൽക്കുന്നു. ആ സമയത്ത് മറ്റൊരു ബസ് സ്റ്റാൻഡ് ആലോചിക്കുന്നതിൽ എന്ത് കാര്യമുള്ളത്? ഇപ്പം ഇതിന്റെ സൗകര്യത്തിന് എന്താണ് പ്രശ്നം? പക്ഷെ അങ്ങനെ നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് തന്നെയാണ് BOT ബസ് സ്റ്റാൻഡ്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള, നഗരസഭയ്ക്ക് വേണ്ടി നിർമ്മിച്ചതെന്നാണ്. അത് സ്വകാര്യ വ്യക്തി നിർമ്മിച്ചതല്ല. നഗരസഭ സ്വന്തമായി സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഡിസൈൻ തയ്യാറാക്കി അതിന്റെ കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നിർമ്മിച്ചതാണ്. ഞങ്ങളുടെ ബസ് സ്റ്റാൻഡാണത് BOT ബസ് സ്റ്റാൻഡ്, നഗരസഭയുടെ തന്നെ ബസ് സ്റ്റാൻഡാണത്. അതിന്റെ എല്ലാ ആസ്തിയും നഗരസഭയുടെ തന്നെയാണ്. പക്ഷേ ഇത് നിർമ്മിക്കാൻ ആവശ്യമായ തുക സ്പെൻഡ് ചെയ്തത് ആ ഒരു എഗ്രിമെന്റ് എടുത്ത ആളാണ്, BOT എഗ്രിമെന്റ് വെച്ചിരിക്കുന്ന ആളാണ്. ആ നിലയിലുള്ള റവന്യൂ ഷെയറിംഗ് അദ്ദേഹവുമായിട്ടാണ്. ആ സമയത്ത് നഗരസഭയ്ക്ക് സ്വന്തമായി ആ ബസ് സ്റ്റാൻഡുകൾ, ഒരുപാട് ബസ് സ്റ്റാൻഡ് ഒരു നഗരത്തിന് എന്തിനാണ്? അപ്പോൾ ഇത് വേണമെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ പീരീഡിനിടയിൽ നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ BOT ബസ് സ്റ്റാൻഡാണ്.
ടൗൺ ഹാള് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഏറ്റവും പഴയ നല്ല ടൗൺ ഹാൾ കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് വയലാർ അവാർഡ് ദാനം നടത്തിയ ഒരു ചടങ്ങ്, ആ പരിപാടി ടൗൺ ഹാളിൽ വെച്ച് ഞാൻ നടത്തിയതാണ്. ഞാൻ പങ്കെടുത്തതാണ്. കെ കരുണാകരൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷമൊക്കെ നടത്തിയ ആ പരിപാടിയിലൊക്കെ ഞാൻ പങ്കെടുത്തതാണ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ കാലപ്പഴക്കം കൊണ്ട് അത് ഡിലാപ്പിഡേറ്റഡ് കണ്ടീഷനിലാണ് എന്ന രൂപത്തിൽ അത് പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്താണ് അത് പൊളിച്ചു മാറ്റിയത്. അന്ന് മുതലേ ഉള്ള ഒരു ആശയമാണ് നല്ലൊരു ടൗൺ ഹാൾ നിർമ്മിക്കണം എന്നുള്ളത്. അപ്പോൾ ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോഴതിനകത്ത് നല്ല തീരുമാനമുള്ളത്. ഇപ്പോഴാ ടൗൺ ഹാൾ ഉൾപ്പെടെ പൊളിച്ച സ്ഥലത്താണ് കോർപ്പറേഷൻ്റെ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ കെട്ടിടം നിർമ്മിച്ചു കഴിയുമ്പോൾ പഴയ ഇപ്പോഴും നിലവിലുള്ള ഓഫീസ് കെട്ടിടമുള്ള സ്ഥലത്തേക്ക് ടൗൺ ഹാൾ നിർമ്മാണം നടത്തും. മറ്റൊരു കാര്യമുണ്ടായിരുന്നത്, ആദ്യം കോടതി പ്രവർത്തനം കണ്ണൂത്തും ചാലിലും അതുപോലെ തന്നെ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിലുമാണ് കോടതി ഉണ്ടായിരുന്നത്. ഈ കോടതി ഇവിടത്തേക്ക് മാറ്റിയപ്പോൾ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടികൾ, ആ പരിപാടികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശബ്ദത്തിൻ്റെ പ്രശ്നം കൊണ്ട് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും പരിപാടിക്ക് കോടതി നടപടികളിൽ തടസ്സം നേരിടുന്ന ഒരു പ്രശ്നം വരികയും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് പിന്നീട് അത്തരം കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടായത്. അപ്പോൾ കോർപ്പറേഷൻ്റെ ഓഫീസ് കെട്ടിടം അവിടെ വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറം മറുവശത്ത് ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് തടസ്സമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം കൂടി, അതായത് കോടതി നടപടികൾക്ക് പ്രശ്നമുണ്ടാകരുത്, അതുപോലെ തന്നെ കെട്ടിടം ഉണ്ടാവുകയും ചെയ്യും, ഓഫീസ് കെട്ടിടവും അതോടനുബന്ധിച്ച് തന്നെ ടൗൺ ഹാൾ നിർമ്മിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. അതും കൂടി പൂർത്തീകരിക്കും. നമ്മൾ ഒരു കാലപരിധിക്കുള്ളിൽ കഴിയുമെന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും അതൊക്കെ നമ്മുടെ മനസ്സിനകത്തുള്ള സ്വപ്നങ്ങളിൽ, ആഗ്രഹങ്ങളിൽ ചിലതാണ്. ഇതൊക്കെ ഓരോ ഘട്ടങ്ങളിലുണ്ടാകും. ഇപ്പം ആയിക്കരയിൽ ജില്ലാ ആശുപത്രിക്ക് മുമ്പുള്ള ബസ് സ്റ്റാൻഡ് അവിടെയുണ്ട്. തൊട്ടപ്പുറത്ത് അന്നത്തെ ഒരാവശ്യമാണ്. ബസ് സ്റ്റാൻഡ് എന്നുള്ള നിലയിലല്ല, അതിനോടനുബന്ധിച്ച് കോംപ്ലക്സുകൾ ഉൾപ്പെടെയാണ്. അതായത് കമേഴ്സ്യൽ കോംപ്ലക്സ് ഉൾപ്പെടെ കോർപ്പറേഷൻ്റെ വരുമാന മാർഗം ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിർമ്മിക്കുന്ന കാര്യങ്ങളാണത്. അപ്പോൾ അവിടെയൊക്കെ കടകളുണ്ട്, കടമുറികളുണ്ട്, വാടക കൊടുത്തിട്ടുണ്ട്, ആ വാടക കോർപ്പറേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് അതൊരു പാഴ്ചെലവായി അതിനെ കാണരുത്. അതുപോലെ തന്നെ പഴയ ബസ് സ്റ്റാൻഡിനകത്തും ഇപ്പോഴും ആളുകളുണ്ട്, കച്ചവടക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ കോർപ്പറേഷൻ്റെ വരുമാന മാർഗങ്ങളിൽ ചിലതാണ്. ഇത് സ്വന്തമായി നമുക്കൊക്കെ അറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് സർക്കാരിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക സഹായം വെച്ച് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്വന്തമായ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കി അതുകൂടി ഡെവലപ്പ് ചെയ്താൽ മാത്രമേ സ്ഥായിയായ നിലനിൽപ്പുള്ളൂ. ആ നിലയിൽ വരുമാന മാർഗമുള്ളൊരു കാര്യമാണ്. കോർപ്പറേഷൻ്റെ, അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒതയോത്ത് തറവാട്, ആ കുടുംബം കോർപ്പറേഷന് ശ്മശാന നടത്തിപ്പിന് വേണ്ടി അനുവദിച്ചു തന്ന ഒരു സ്ഥലമാണത്. അത് ആ ഒരു ആവശ്യത്തിന് മാത്രമേ കോർപ്പറേഷൻ ഉപയോഗിക്കാൻ കഴിയൂ. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പയ്യാമ്പലത്ത് ശ്മശാനം ആരംഭിക്കുമ്പോൾ മറ്റൊരു ശ്മശാനം ഇനി നഗരമധ്യത്തിൽ ആരംഭിക്കേണ്ടതില്ല. അന്ന് ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ കോർപ്പറേഷന്, അന്ന് മുനിസിപ്പാലിറ്റിക്ക് ഈ സ്ഥലം ഈ പർപ്പസിന് വേണ്ടി വിട്ടു നൽകുമ്പോൾ അതിനകത്തുള്ള ഉപാധിക്കകത്ത് ഒരു കാര്യം പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലം ശ്മശാനമായി ഉപയോഗിക്കുന്നതിന് മുനിസിപ്പാലിറ്റിക്ക് ആവശ്യമില്ലാത്ത ഒരു ഘട്ടമുണ്ടാവുകയാണെങ്കിൽ അത് ഇഴവ സമുദായത്തിൻ്റെ, തീയ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഇത് വിട്ടു നൽകണം എന്നതാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഭരണപരമായ നേതൃത്വ തലത്തിലെ തീരുമാനത്തിനനുസരിച്ച് തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്യുക. അതിനകത്ത് മുൻവിധികളില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വർഷങ്ങളായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ചെട്ടിയാർകുളവും അതുപോലെ തന്നെ ആനക്കുളവും ഒക്കെ തന്നെ ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ആളുകളോട് അന്വേഷിച്ചാൽ മതി. ചെട്ടിയാർകുളം ഞാൻ ഒരു തവണ പോയി കാണുമ്പോൾ അത് കുളമായിട്ടൊന്നുമില്ല, ഒന്നും കാണാൻ കഴിയാത്ത ഒരു കാട് പിടിച്ച ഒരു പ്രദേശവും അതിനകത്ത് വലിയ, നമ്മളൊരു മനുഷ്യൻ പിടിച്ചാൽ ഒടുങ്ങാത്ത വൃക്ഷങ്ങൾ അതിൻ്റെ പടവുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കിസാൻ കേരള ഇനീഷ്യേറ്റീവ് ടു സേവ് അഗ്രികൾച്ചർ നേച്ചർ എന്ന് പറഞ്ഞ സംഘടന, ആ സംഘടന മുൻകൈ എടുത്തുകൊണ്ടാണ് അതിൻ്റെ നവീകരണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത്. അതോടൊപ്പം തന്നെ ഭരണതലത്തിൽ ഇടപെടുകയും അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് നവീകരിക്കാനുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തു. ഇന്ന് അതുപോലെ തന്നെയാണ് ആനക്കുളവും.
ഞങ്ങൾ പല പ്രക്ഷോഭങ്ങളും അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു, ബോധവൽക്കരണ പ്രവർത്തികൾ നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി അതും നവീകരിച്ചു. ഈ 2 കുളങ്ങളും നവീകരിക്കാനും അതുപോലെ തന്നെ മനോഹരമായി നിർമ്മിച്ച് സംരക്ഷിക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ കുളങ്ങളും അതുപോലെ ബന്ധപ്പെട്ട നമ്മുടെ തണ്ണീർത്തടങ്ങളൊക്കെ തന്നെ പരിപാലിക്കാനും അത് ശുദ്ധജലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ നടപടികളൊക്കെ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നല്ല പ്രാധാന്യം കൊടുക്കും എന്നാണ് സൂചിപ്പിക്കേണ്ടത്. ആവശ്യമായ നിർമ്മാണ പ്രവൃത്തി ഉൾപ്പെടെ ഞങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായി ചെയ്യും. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ട്. അമൃത് പദ്ധതികളുടെയൊക്കെ തന്നെ പ്രവൃത്തി സമയബന്ധമായി പൂർത്തീകരിക്കാനുണ്ട്. അതൊക്കെ ചെയ്യും. എനിക്കൊരു പ്രത്യേകിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടും. കാരണം നമുക്ക് തെരുവ് നായ്ക്കളെ പൂർണ്ണമായി കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ മുമ്പ് കാലത്തൊക്കെ ചെയ്തതുപോലെ അവരെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിന് ഇപ്പോഴും നമ്മൾ ആലോചിക്കാൻ കഴിയില്ല. നമുക്ക് നിലവിലുള്ള കോടതി വിധികളൊക്കെ അറിയാം. അതുപോലെ തന്നെ ഞാനും അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും അത് നിയന്ത്രിക്കാൻ ആവശ്യമായി നിലവിൽ സർക്കാർ അതിന് ആ മേഖലയിൽ പറയുന്നത് ABC പ്രോഗ്രാമാണ്, ആനിമൽ ബർത്ത് കൺട്രോളാണ്. അത് നമുക്ക് ഇപ്പോഴും കോർപ്പറേഷൻ കൂടി ഇടപെട്ടുകൊണ്ടാണ് പാപ്പിനിശ്ശേരിയിൽ ഒരു ABC സെൻറ്റർ ഉള്ളത് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് കോർപ്പറേഷൻ സ്വന്തമായി ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ നാൽക്കാലികൾ പശു അതിൻ്റെ കാര്യത്തിൽ നമ്മളൊരു കാറ്റിൽ പൗണ്ട് പാറക്കടിയിൽ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ അത് കുറച്ച് ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് അത്തരം കാര്യത്തിൽ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാകും. ഏതായാലും ആ കാര്യത്തിൽ നമുക്ക് കൊന്ന് തള്ളാൻ വേണ്ടി കഴിയില്ല. അതിനോട് എനിക്ക് യോജിപ്പുമില്ല. അപ്പം ഏതായാലും അതിന് നമുക്ക് നമ്മുടേതായ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും ഇടപെടണം എന്നും നമുക്ക് താല്പര്യമുണ്ട് ആ കാര്യത്തിൽ. അതല്ല, അതായത് നിയന്ത്രിക്കാൻ എല്ലാத்தைയും മനസ്സിലാക്കിയൊരു കാര്യം, ABC പ്രോഗ്രാമിലൂടെ ബർത്ത് കൺട്രോൾ നടത്തിയാൽ അത് വന്ധ്യീകരിച്ചു കഴിഞ്ഞാൽ അതിന് ഈ മേഖലയിൽ ശൗര്യം കുറയും എന്നതാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ സാധാരണ നമുക്കറിയാം അത് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷേ അത് അങ്ങനെയുള്ളത് കടിക്കില്ല എന്നും അതിൻ്റെ ശൗര്യം കുറയും എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്കത് ഫലപ്രദമായി ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ ചെയ്ത ഈ ഒരു പൂ തന്നു, ഇത് മറ്റുള്ള എല്ലാ ആളുകളും മാതൃകയാക്കാൻ വേണ്ടി. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്കും ഡെപ്യൂട്ടി മേയർക്കൊക്കെ തന്നെ കോർപ്പറേഷനിൽ ആയിരക്കണക്കിന് രൂപ വില വരുന്ന ഈ ബൊക്കകളും മറ്റൊക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത്. നമ്മളൊരു ഇൻട്രാക്ഷൻ വേണ്ടിയൊക്കെ വരുന്ന ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്കിത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്തൊരു കാര്യമാണ്. അതുപോലെ വലിയ പ്ലാസ്റ്റിക്കിലൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആധിക്യം ഉണ്ടാകുന്നു. ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് അവിടെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം തീർന്നു. അപ്പം എനിക്ക് ഒരു അഭ്യർത്ഥന ഉള്ളത്, കോർപ്പറേഷൻ ഒരു കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. അതായത് ഒരു മേയേഴ്സ് റിലീഫ് ഫണ്ട് നിലവിലുണ്ട്. പക്ഷെ അത് ഫലപ്രദമായി ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ മേഖലയിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ആ മേയർ റിലീഫ് ഫണ്ടിലേക്ക് അങ്ങനെ വരുന്ന ആളുകൾക്ക് അതിന് മുടക്കുന്ന പണം മേയർ റിലീഫ് ഫണ്ടിലേക്ക് അടച്ച് അതിൻ്റെ റെസീറ്റ് തന്ന് നമസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മളൊന്ന് വന്നാൽ മതി. അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അത് ഒരു പൂ തന്നാലും മതി, അങ്ങനെ തരണമെന്ന് നിർബന്ധമുള്ളതാണ്. അതല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ തന്നാൽ ആ പുസ്തകങ്ങൾ ഏതെങ്കിലും ലൈബ്രറിക്ക് കൊടുത്താൽ അത് പുതിയ തലമുറക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അങ്ങനെ പണം വെറുതെ അമിതമായി ചെലവഴിച്ച് അതിൻ്റെ ഉപയോഗമില്ലാത്ത രൂപത്തിലേക്ക് ആക്കരുത് എന്നൊരു അഭ്യർത്ഥന മാധ്യമങ്ങളിലൂടെ അത് നമ്മൾ പൂർണ്ണമായി. കാരണം ഏത് വേദിയിൽ പോയി കഴിഞ്ഞാലും ചില ആളുകൾ മൊമെൻ്റോ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് വലിയ ഫോട്ടോ ഒക്കെ വെച്ച് മൊമെൻ്റോ ഒക്കെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഒരു സംഘടന വന്ന് ഒരു നല്ല വലിയ കാണുമ്പോൾ ഒക്കെ നല്ല ഭംഗിയുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇതിങ്ങനെ ഒരു മൊമെൻ്റ് ഒരു 5 വർഷം കാലാവധിക്കിടയിൽ ഒരുപാട് കൊണ്ടുവന്നാൽ ഇതെന്താ ചെയ്യാം? നമുക്കൊരു അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലാത്തൊരു കാര്യം. ഞങ്ങൾ അതിന് ഒരു പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തന്നെ അത് നമ്മൾ വലിയ അവാർഡൊക്കെ കിട്ടുന്ന വലിയ വ്യക്തിത്വങ്ങൾക്ക് അവർക്ക് അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, നമ്മളിത് ഓർമ്മിക്കേണ്ട കാര്യമല്ല, പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ പ്രവർത്തന രംഗത്ത് നമുക്ക് ആവശ്യമായത് നിങ്ങൾ ഈ പഠിച്ച് നല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഒരു കടലാസിൽ എഴുതിക്കൊണ്ട് തന്നാൽ അത് നമുക്കുള്ള പുരസ്കാരങ്ങളായിട്ട് നമ്മൾ കാണും. അത് ജനങ്ങളോട് ഇങ്ങനെ ഒരു വേസ്റ്റ് ഉണ്ടാകരുത് എന്നൊരു അഭ്യർത്ഥന നിങ്ങൾ വെക്കണം എന്നൊരു അഭ്യർത്ഥന. നിലവിൽ കോവിഡുമായി ബന്ധപ്പെട്ടാണ് അത് തിരിച്ചു വന്നത്. ഞാൻ ഈ കിസാന്റെ പ്രവർത്തനം 2010 ആരംഭിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും മുന്നിൽ നിന്ന് വെച്ചത് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള, ഞാൻ ക്യാമ്പസാർ വാർഡിലെ കൗൺസിലറായിരുന്നു. ആ കൗൺസിലറായി ആദ്യം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ക്യാമ്പസാർ വാർഡിലെ എല്ലാ വീടുകളിലും ഞാൻ പോയി പ്ലാസ്റ്റിക്കിനെതിരെ ക്യാരി ബാഗ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു.
അതായത് പറഞ്ഞു പിന്നെ ഞങ്ങളെന്ത് ചോദിക്കുമെന്ന് വെച്ചാൽ ഞാൻ 2 ആഴ്ചക്കുള്ളിൽ എല്ലാ വീടുകളിലും ഓരോ തുണിസഞ്ചി കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. പലരും കുറേ കാലം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ തുണിസഞ്ചി കൊടുത്തിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് 10 സാധനം വാങ്ങുമ്പോൾ ഈ 10 സാധനവും പ്ലാസ്റ്റിക് കവറിലാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അത് അങ്ങനെ കൊണ്ടുവന്നാലും അത് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും മാർഗമുണ്ടാക്കാം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ പലരും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം പലരും വിളിച്ച് അന്വേഷിക്കുന്ന അവസ്ഥയുണ്ടായി. അന്നേരമാണ് സ്റ്റേഡിയം കോംപ്ലക്സിൽ ഒരു റൂം തയ്യാർ ചെയ്ത് കിസാൻ പ്ലാസ്റ്റിക് കളക്ഷൻ സെൻറ്റർ എന്ന പേരിൽ അവിടങ്ങളിലൊക്കെ തന്നെ ശേഖരിച്ച് വെച്ച പ്ലാസ്റ്റിക് അവിടെ കൊണ്ടുതരാൻ പറഞ്ഞു. ആ പ്ലാസ്റ്റിക് പിന്നെ അവിടെ കൊണ്ടുതരുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരട്ടെ ചോദിച്ചു. ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഒരാളിനെ നിർത്തി അത് ചെയ്യുമ്പോൾ ഫലപ്രദമായിരിക്കണമെന്നും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടണമെന്നുള്ള നിലയിലാണ് ആദ്യഘട്ടത്തിൽ ഒരു മാസം കൊണ്ടുവരുന്ന ആൾക്ക് കൂപ്പൺ കൊടുത്തു. അവർ നറുക്കെടുത്തു സ്വർണ്ണ നാണയം സമ്മാനം തരുമെന്ന് വലിയ പബ്ലിസിറ്റി കൊടുത്തു. അങ്ങനെ 6 തവണ പിറ്റത്തെ മാസം 2 മാസം കൊണ്ട് പിന്നീട് നറുക്കെടുത്തു, 3 മാസം കൊണ്ടെടുത്തു. അങ്ങനെ 6 തവണ സ്വർണ്ണ നാണയം ഞങ്ങൾ സമ്മാനം കൊടുത്തിട്ടാണ് അത് നന്നായി ഡെവലപ്പ് ചെയ്തുകൊണ്ട് പിന്നീട് ഒരു മാസം 1.5 മാസം കൊണ്ട് ഒരു വലിയ ലോഡിൽ കൊണ്ടുവന്ന് ടൺ കണക്കിന് പ്ലാസ്റ്റിക് വരുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ പിന്നീട് ഘട്ടം കഴിഞ്ഞ് മുനിസിപ്പാലിറ്റിയുടെ ഭരണം മാറി കോർപ്പറേഷൻ വന്നപ്പോൾ കോർപ്പറേഷൻ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര പിന്തുണയില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും ഒരുപാട് നിയന്ത്രണങ്ങൾ എല്ലാ മേഖലയിലും സർക്കാർ തന്നെ ഈ മേഖലയിൽ വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി. ജില്ലാ ഭരണകൂടം അത് മിർ മുഹമ്മദ് IAS ആയാലും അതുപോലെ തന്നെ അതിനു മുമ്പ് ബാലകിരണായാലും നല്ല പ്രോത്സാഹനം തരികയും അവർ തന്നെ നേരിട്ട് ഇത്തരം കാര്യത്തിൽ ഇടപെടുകയൊക്കെ തന്നെ ചെയ്തു. നല്ല നിയന്ത്രണം ഉണ്ടായതാണ്. ജനങ്ങൾ തന്നെ ബോധവൽക്കരിക്കപ്പെട്ടൊരവസ്ഥയിലാണ് കൊറോണ വന്നത്. ആ സമയത്ത് ഇതിൻ്റെ നിയന്ത്രണങ്ങൾ അതിൻ്റെ പ്രയോറിറ്റി മാറി. കോർപ്പറേഷൻ തന്നെ നടത്തിയ കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെ കറി കൊടുക്കാൻ വേറെ മാർഗമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ ഡിസ്പോസൽ ഗ്ലാസ്സിലൊക്കെ ഒഴിവാക്കിയെങ്കിൽ പോലും അതൊക്കെ വീണ്ടും ഇപ്പോഴും തിരിച്ചു വന്നു. കാരണം ഇതാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് സഹകരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇപ്പം പറയാൻ പറ്റും. ഞാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ യോഗം വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരു പാർസൽ ഭക്ഷണം വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്കറിയാം ഭക്ഷണത്തോടൊപ്പം കഴിക്കേണ്ട സാധനങ്ങളാണ് കൂടെ തരുന്നത്. ഒരു സ്പൂണിൽ തരുന്ന 2 തുള്ളി അച്ചാർ ഒരു പ്ലാസ്റ്റിക് കവറിലാണ്. നമ്മൾ 1.5 സ്പൂണ് വരുന്ന നമ്മുടെ ഉപ്പേരി അതും തരുന്നത് പ്ലാസ്റ്റിക് കവർ. ഏകദേശം 6-7 പ്ലാസ്റ്റിക് കവറിലാണ് ഇതൊക്കെ തരുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുമ്പ് കാലത്ത് നമ്മൾ പാർസൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇലക്കകത്ത് തന്നെ ചിലപ്പോൾ കറി ഉൾപ്പെടെ അതിനകത്ത് ഒഴിച്ചിട്ടാണ് തരുന്നത്. ഇനി അഥവാ മെയിൻ കറി ഒന്ന് പാക്കറ്റിലാക്കിയാലും ബാക്കിയുള്ളതൊക്കെ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഭക്ഷണം കഴിച്ച് മുഴുവൻ അങ്ങ് യൂസ് ആൻഡ് ത്രോ ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നുള്ള ശൈലിയിലാണ്. അപ്പം നമ്മളിപ്പോഴും പ്രത്യേകിച്ച് പറയാനുള്ള മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട 55 ഡിവിഷനിലും ഇപ്പോൾ വീടുകളിൽ നിന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവൃത്തി നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ആശയങ്ങൾ ഇതിനകത്തുണ്ട്. അടുത്ത ദിവസങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളത് കൊണ്ടാണ് ജില്ലയിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള പൊതു ഇടങ്ങൾ മാത്രമല്ല ജില്ലാ കളക്ടറുമായിട്ട് ആലോചിച്ചിട്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥാപന മേധാവികളെ ഉൾപ്പെടെ യോഗം വിളിച്ചു ചേർത്ത് അവരവരുടെ സ്ഥാപനത്തിലെ കോമ്പൗണ്ടും പരിസരങ്ങളും അവരവർ തന്നെ വൃത്തിയാക്കാൻ വേണ്ടി ഒരു നല്ല ഡ്രൈവ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഒരു ഫലപ്രദമായ ഒരു ഷെഡ്യൂൾ തന്നെ തയ്യാറാക്കി സമയബന്ധിതമായി ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകും. അപ്പോൾ കോർപ്പറേഷൻ്റെ പൊതു ഇടങ്ങളോ മാത്രമല്ല ജില്ല മൊത്തമായി ജില്ലാ കോർപ്പറേഷൻ പരിധി മൊത്തമായി തന്നെ ജനങ്ങളിലൊരു ബോധം വരണം. കാരണം പലരും ഇന്നലെ ഒരു യോഗം വിളിച്ചപ്പോൾ ആ യോഗത്തിനകത്ത് സുൽത്താൻ ബത്തേരി മോഡലിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ നന്നായി ചെയ്യുന്നു. അവിടെ നന്നായി ചെയ്യുമ്പോൾ അതിനേക്കാൾ നന്നായി നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം കണ്ണൂരിലെ നഗരത്തിലെ ജനങ്ങളെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. നല്ല കാര്യത്തിനെ പൂർണ്ണ മനസ്സോടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണക്കുന്ന നല്ല മനസ്സുള്ള ആളുകൾ കണ്ണൂർ നഗരത്തിനുണ്ട്. അവരുടെ പിന്തുണയാണ് എൻ്റെ ബലം. അതുണ്ടാകുമെന്ന വിശ്വാസമാണ്. ആ നിലയിൽ നല്ല ഐഡിയാസ് ആശയങ്ങൾ ഉണ്ടാകും. അത് പ്രാവർത്തികമാക്കാൻ നടപടികൾ സ്വീകരിക്കും. അതൊക്കെ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായ സമയത്ത് ഞാനൊരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് ബജറ്റിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. കണ്ണൂർ എൻ്റെയൊക്കെ ഓർമ്മയിലെ കണ്ണൂർ എൻ്റെ ഓർമ്മയിലുള്ള കണ്ണൂർ, ആ കണ്ണൂർ നഗരത്തിനകത്ത് ഇതുപോലുള്ള ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടാവാറുണ്ട്. എൻ്റെ ബാല്യം മുതൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കണ്ണൂർ നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷകരമായി വന്നത് കണ്ണൂരിലെ നവരാത്രി ആഘോഷം കാണാനാണ്. കണ്ണൂരിലെ സുന്ദരേശ്വര ക്ഷേത്രത്തിലെ ഉത്സവവും അതോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും കാണുന്നതിന് വേണ്ടിയാണ്. ഞാൻ വന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ബസ്സിൻ്റെ പുറത്ത് കുത്തിരുന്ന് പോയിട്ടുണ്ട്.
കാരണം അത്രമാത്രം ആളുകളുണ്ടാവും. ആ ഏണിപ്പടിയിലൊക്കെ പിടിച്ചു പോയ ഓർമ്മയുണ്ട്. പിന്നീടാണ് മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഈ 10-30 വർഷമായി 10-25 വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുന്ന നവരാത്രി ആഘോഷങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ പഴയതുപോലില്ല. നവരാത്രി ആഘോഷം കേവലം കോവിലുകളിലെ കലാപരിപാടികൾ മാത്രമല്ല, അത് ഒരുപരിയായി ജില്ലയിലെ ജില്ലാ ആസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ കടകളും നന്നായി ഭംഗിയായി അലങ്കരിച്ചും അതുപോലെ തന്നെ നല്ല ദീപാലങ്കാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ടുള്ള പരിപാടികളാണ്. ഞാൻ എന്നൊക്കെ ഓർക്കുന്ന പ്രധാനപ്പെട്ട വലിയ വ്യാപാര സ്ഥാപനങ്ങളിൽ യേശുദാസ് അതിൻ്റെ പാട്ട് വെക്കും. അദ്ദേഹത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിമയും അതുപോലെ തന്നെ വെച്ചുകൊണ്ട് അദ്ദേഹം ഗാനാലാപനം നടത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് അതൊക്കെ കണ്ട ഒരുപാട്, കാരണം അതൊക്കെ മണിക്കൂറുകളോട് നോക്കി നിന്നിട്ടുണ്ട്. ആ ലൈറ്റൊക്കെ മിന്നുന്നത് ഇന്നതൊക്കെ ഒരു പഴങ്കഥ പോലെ ആയിട്ടുണ്ടാവും. പക്ഷേ അതും മനസ്സിൽ സൂക്ഷിക്കുന്ന, ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരുപാട് ആളുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കണ്ണൂർ ദസറ എന്ന പേരിൽ 2014 എൻ്റെ ഓർമ്മ ഒരു പരിപാടി കണ്ണൂർ നടത്തിയത്. 9 ദിവസക്കാലം നീണ്ടിരിക്കുന്ന ഒരു മെഗാ ഇവന്റ്. 9 ദിവസമല്ല, ദസറ 9 പക്ഷേ അന്ന് ഒരു 3-ാം തീയതിയാണ് അവസാനിക്കേണ്ടതെങ്കിൽ പോലും 5-ാം തീയതി ബക്രീദ് ആയതുകൊണ്ട് ആ 2 ദിവസം കൂടി ചേർത്ത് 11 ദിവസക്കാലം ഒരു വലിയൊരു പരിപാടി കണ്ണൂരിൽ, അത് അവിടെ കളക്ടറേറ്റ് മൈതാനിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര ജനങ്ങൾ അന്ന് പങ്കെടുത്തതാണ്. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അന്ന് നമ്മുടെ ഇപ്പം അന്തരിച്ചു പോയ സുഗതകുമാരി ടീച്ചർ എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ വന്നിട്ടുണ്ടായിരുന്നു, ടി പത്മനാഭൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു, CV ബാലകൃഷ്ണൻ സാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, TN പ്രകാശ് പങ്കെടുത്തു, വാണിദാസ് അളിയവർ പങ്കെടുത്തു, KP സുധീര പങ്കെടുത്തു. ഓരോ ദിവസവും, അത് 11 ദിവസക്കാലവും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ വ്യക്തികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരായ ഒരു ദിവസം വന്ന് വേദിയിൽ വെച്ച് അദ്ദേഹം കുടുംബാംഗങ്ങളും 2 മണിക്കൂറോളമുള്ള സ്റ്റേജിൽ നടന്ന തായമ്പക ഒക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ അതുപോലുള്ള സാംസ്കാരിക പരിപാടികൾ, അതുപോലെ തന്നെ സലാം മുംബൈ അല്ലേ, റാഫി നൈറ്റ്, അവസാനം നമ്മൾ നടത്തിയ സ്റ്റേജ് അത് പൊളിച്ച് ഏറ്റവും പിറകിലേക്ക് കൊണ്ടുപോയി കെട്ടി, കാരണം അത്രമാത്രം ബാരിക്കേഡ് കെട്ടി കൺട്രോൾ ചെയ്യേണ്ടി വന്നു. സലാം മുംബൈയുടെ റാഫി നൈറ്റ് അപ്പോൾ സുരേഷിനൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ തിരികെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഏതായാലും കണ്ണൂരിലും അത്തരം കൾച്ചറൽ ആക്ടിവിറ്റീസ് എല്ലാവരും പങ്കെടുക്കുന്ന നടക്കുമ്പോഴാണ് പലരും പറയുന്നത് പോലുള്ള സംഘർഷത്തിനൊക്കെ അയവുണ്ടാകുന്നത്. ജനങ്ങളുടെ സഹകരണവും പിന്തുണയും ഉണ്ടായാൽ അതൊക്കെ നടത്താൻ സാധിക്കും. ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് പല ഹോട്ടലുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. പിന്നെ പഴയതുപോലെ തന്നെ അത് തുടർന്ന് വരുന്നുണ്ട്. ആ സ്ഥാപനങ്ങളുടെ ലൈസൻസ് കട്ടി അങ്ങനെയുള്ള കൂടുതൽ കർശനമായ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നഗരത്തിലെ പിന്നെ ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുന്നത് പല കേസുകളും വിഷബാധയിട്ട് മരണം വരെ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കണ്ണൂർ നഗരത്തിൽ പഴയതുപോലെ തന്നെയാണ് പിന്നെയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതൊരു ആവർത്തിച്ചുള്ള ഇടപെടൽ ഉണ്ടാവുക തന്നെ ചെയ്യും. കോർപ്പറേഷന്റെ മേയറും ഡെപ്യൂട്ടി മേയറും മാത്രമാണ് ഇപ്പം വന്നിട്ടുള്ളത്. അത്തരം മേഖലകൾ നിരീക്ഷിക്കാനും ഇടപെടാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ വരാനുണ്ട്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഞങ്ങൾ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ പറഞ്ഞത് ശുചീകരണ പ്രവൃത്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളൊക്കെ വഴിയോരങ്ങളിലൊക്കെ കാണുന്ന മൺതിട്ടകൾ അപകട സാധ്യതയുള്ളതാണ്. പൊട്ടി വീണ മരക്കൊമ്പുകൾ തൽക്കാലം അത് മുറിച്ച് സൈഡിലിടും. അപ്പം ഞാൻ അതൊക്കെ റോഡിന്റെ ഇരുവശങ്ങളും ഒക്കെ തന്നെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ പറഞ്ഞത്. ഇപ്പം ഇനി കമ്മിറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം പറയാൻ കഴിയില്ല, ചെയ്യാൻ കഴിയില്ല. പക്ഷേ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ ഇത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഫുഡിന്റെ കാര്യത്തിൽ എല്ലാ ഹോട്ടലുകളും അവരെ യോഗം വിളിക്കും. അപ്പോൾ യോഗം വിളിച്ചു കഴിഞ്ഞാൽ നീറ്റായ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്ന് ചെയ്യാം. ആവർത്തിച്ചുണ്ടാകുന്ന കാര്യങ്ങൾ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമായ നടപടി കൈക്കൊള്ളും. പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായ നടപടി കൈക്കൊള്ളുക തന്നെ ചെയ്യും. ടീച്ചർ സംസാരിക്കാൻ. ഈ പുതുവത്സര ദിനത്തിൽ ഇങ്ങനെയൊക്കെ ഞങ്ങളെ വിളിച്ച് ഇതാക്കിയതിൽ സന്തോഷമുണ്ട്. ഞങ്ങളെ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയതിൽ ജനസേവന കാര്യങ്ങളിലും മറ്റ് എല്ലാവിധ വികസന കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മൾ 2 മേയറും ബഹുമാനപ്പെട്ട മേയറും ഡെപ്യൂട്ടി മേയർ എന്ന നിലയ്ക്ക് ഞാനും കൊണ്ടുപോകുന്നതായിരിക്കും. അതിൽ നിങ്ങളേവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം എന്ന് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ പ്രസ് ക്ലബിൻ്റെ മുഖാമുഖം പരിപാടിയിൽ നമ്മോട് സംഭവിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മേയർ ഡോക്ടർ ടി ഒ മോനൻ അവர்களுം ഡെപ്യൂട്ടി മേയർ ഷബിന ടി. കണ്ണൂർ കോർപ്പറേഷൻ
മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനും ഡെപ്യൂട്ടി മേയർ ഷെബീന ടീച്ചറും മീറ്റ് പ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. വിവാദങ്ങൾക്കല്ല പ്രാധാന്യം നൽകുന്നത്, വികസനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നാണ് കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞത്. കണ്ണൂർ നഗരത്തിലെ ഗതാഗത കുരുക്കും അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. മറ്റു വാർത്തകൾ നോക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.